ഇടുക്കി മൂന്നാറിൽ വീണ്ടും നിയമലംഘന യാത്ര. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ്പ് റോഡിന് സമീപമാണ് യുവാക്കൾ വാഹനത്തിൽ നിയമലംഘന യാത്ര നടത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 8-ലധികം വാഹനങ്ങളാണ് നിയമലംഘന യാത്ര നടത്തിയത്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഇത് ഒന്നോ രണ്ടോ തവണയല്ല, തുടർച്ചയായി ഒരാഴ്ചയിലടക്കം 8-ലധികം വാഹനങ്ങളാണ് ഇതോടെ അടക്കം തന്നെ നിയമലംഘന യാത്ര നടത്തി പിടിയിലാകുന്നത്. നിലവിൽ ഇത് സ്വദേശികളാണ് ഇത്തരത്തിലൊരു നിയമലംഘന യാത്ര നടത്തിയത്. വിവരങ്ങൾ. വൃന്ദ, തമിഴ്നാട് സ്വദേശികളുടെ വാഹനത്തിലാണ് ഇത്തരത്തിലൊരു നിയമലംഘന യാത്ര നടത്തിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ്പ് റോഡിന് സമീപമാണ് ഇത്തരത്തിൽ 3 പേർ ജനാലിൽ ഇരുന്ന് നിയമവിരുദ്ധ യാത്ര നടത്തിയത്. വാഹനം അമിത വേഗതയിൽ തന്നെ പോകുന്നത് ശ്രദ്ധയിൽ കാണാം. അതോടൊപ്പം തന്നെ 3 പേർ ഈ ജനാലയിൽ ഇരിക്കുന്നുണ്ട്. ഇത് തീർച്ചയായും വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തും എന്ന് തന്നെയാണ് ആളുകൾ എല്ലാം തന്നെ പറയുന്നത്. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു യാത്ര ചിലപ്പോൾ കൈവിട്ട് താഴെ വീഴാനുള്ള ഒരു സാധ്യത ഏറെ നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മുന്നോടിയായി തന്നെയാണ് ഈ കൃത്യമായി മോട്ടോർ വാഹന വകുപ്പ് ആളുകൾക്ക് മുൻപെല്ലാം തന്നെ ബോധവൽക്കരണം നൽകിയിരുന്നു. അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന വാഹനങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ നിയമലംഘന യാത്ര നടത്തിപ്പോകുന്നത്. പിന്നീട് കേരളത്തിലടക്കമുള്ള ആളുകൾ ഇത്തരത്തിലൊരു നിയമലംഘന യാത്ര നടത്തുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതെല്ലാം തന്നെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കുന്നു. ഈ പരിശോധന അടിസ്ഥാനത്തിൽ തന്നെ നിരവധി വാഹനങ്ങൾക്ക് പിഴ ഈടാക്കിയിരുന്നു. പല ആളുകളുടെയും ലൈസൻസ് റദ്ദാക്കുന്ന നടപടികൾക്ക് വരെ മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ആ ഒരു പരിശോധന നേരിയ ഒരു അയവ് വന്നതോടെയാണ് വീണ്ടും വാഹനയാത്രികരുടെ ഒരു നിയമലംഘന യാത്ര വീണ്ടും കൂടുതലായിരുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തന്നെ 8-ലധികം വാഹനങ്ങളാണ് ഇത്തരത്തിൽ നിയമലംഘന യാത്ര നടത്തിയത്. ഏതായാലും ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ വിവിധ വാഹനങ്ങൾ മൂന്നാറിലെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ദേവികുളം ഗ്യാപ്പ് റോഡിന് സമീപവും അതോടൊപ്പം തന്നെ മാട്ടുപ്പെട്ടി റോഡ് അടക്കമുള്ള പ്രദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ശക്തമാക്കി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ കർശന നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ബസ്സുകളിലും ഇത്തരത്തിലൊരു അപകട യാത്ര പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ബസിന്റെ ജനാലയിൽ തലയും ഉടലും പുറത്തേക്ക് ഇട്ട ഒരു അപകടയാത്ര ബസ്സിലും ഇത്തരത്തിൽ തുടരുന്നുണ്ട്. ഏതായാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഏതായാലും ഈ വാഹനത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് വാഹന വകുപ്പ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്താ ബിനീഷ്, അതോടൊപ്പം തന്നെ അവധിക്കാലമാണ്. നിരവധിയായിട്ടുള്ള വിനോദസഞ്ചാരികളടക്കം തന്നെ എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാഹന നിയമലംഘനം തന്നെ നടത്തിയിരിക്കുന്നത്. നിലവിൽ നാട്ടുകാരാണോ ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തി ഈ മോട്ടോർ വാഹന വകുപ്പിനെ അയച്ചത്? തീർച്ചയായും നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഈ വെക്കേഷൻ പ്രമാണിച്ച് മൂന്നാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമലംഘന യാത്ര പുറകിൽ വന്ന ഒരു വാഹനമാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മാധ്യമങ്ങളിൽ തന്നെ പകർത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെയുള്ള നാട്ടുകാരടക്കം ഈ ബോധവൽക്കരണം നൽകുന്നുണ്ട്. ഈ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിയമവിരുദ്ധ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകും. മോട്ടോർ വകുപ്പിന്റെ പരിശോധനയുണ്ട്. എല്ലാം തന്നെ കൃത്യമായി തന്നെ ഈ നാട്ടുകാർ ഈ സഞ്ചരിക്കുന്ന ആളുകളോട് ബോധവൽക്കരണം നൽകിയെങ്കിലും പക്ഷേ ഇതൊരു തുടർക്കഥയാക്കി തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം കനത്ത മൂടൽ മഞ്ഞുള്ള പ്രദേശം കൂടിയാണ് ഗ്യാപ്പ് റോഡും മാട്ടുപ്പെട്ടി അടക്കമുള്ള പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളിൽ ഇത്തരത്തിലൊരു നിയമലംഘന യാത്ര നടത്തി കഴിഞ്ഞാൽ തന്നെ അത് തീർച്ചയായും വീണ്ടും വലിയൊരു അപകടത്തിലേക്ക് പോകുമെന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ 2 ടീമുകളാണ് 2 സ്ക്വാഡുകളാണ് മാട്ടുപ്പെട്ടിയും അതോടൊപ്പം തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഭാഗമായ ഗ്യാപ്പ് റോഡ് ഭാഗത്തും പരിശോധന ശക്തമാക്കി തുടരുന്നത്. ഏതായാലും നിയമലംഘന യാത്രയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ തന്നെയാണ് ഈ മോട്ടോർ വാഹനത്തിന്റെ ഒരു തീരുമാനം. എന്താ ശരി, ബിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനി വെടിയേറ്റ് മരിച്ചു. ബസ് കാത്തു നിൽക്കുന്നതിനിടെയാണ് പഞ്ചാബ് സ്വദേശിയായ 24-കാരി ഹർസിമ്രത് രൺധാവ കൊല്ലപ്പെട്ടത്. ഒണ്ടേറിയോയിലെ ഹാമിൽട്ടണിലാണ് സംഭവം. നെഞ്ചിൽ വെടിയേറ്റ വിദ്യാർത്ഥിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 2 സംഘങ്ങൾ തമ്മിലുണ്ടായ വെടിവയ്പ്പിനിടെയാണ് വിദ്യാർത്ഥിക്ക് വെടിയേറ്റത്. 2 വാഹനങ്ങളിൽ എത്തിയ സംഘങ്ങൾ തമ്മിൽ ബസ് സ്റ്റോപ്പിലാണ് വെടിവയ്പ് നടന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ NIA ചോദ്യം ചെയ്തേക്കും. ഇതിനായി അമേരിക്കയുടെ സഹകരണം തേടിയേക്കുമെന്ന റിപ്പോർട്ട്. തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ